എല്ലാവർക്കും നമസ്കാരം. വഴുതനങ്ങ വെച്ച് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണിത്. വഴുതനങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കാം. ഒരു ഉരുളക്കിഴങ്ങും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുത്തതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാനിലേക്ക് തന്നെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഒരു പാനിലേക്ക് വീണ്ടും ഓയിൽ ഒഴിച്ച് അതിലേക്ക് പൊടിപൊടി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഒരു സ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് വലിയ 2 സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഒരു സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യമായ പൊടികളായ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. പിന്നീട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിലേക്ക് മാത്രം തക്കാളി അരച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയുടെ പച്ചമണവും ഇതുപോലെ മാറ്റിയെടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയി വരണം. തക്കാളി ചേർത്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗ്രേവി പോലെ ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്തിട്ട് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കണം. ഇപ്പോൾ വഴുതനങ്ങയും ഗ്രേവിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 1 സ്പൂൺ ഫ്രഷ് ക്രീമാണ്, അല്ലെങ്കിൽ പാലിൻ്റെ പാട അടിച്ചതും ഏതായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കസ്തൂരി മേത്തിയും കുറച്ച് പൊടിപൊടി അരിഞ്ഞ മല്ലിയിലയും ഗരം മസാലയും കൂടി ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചപ്പാത്തിയുടെ ഒരു സൈഡ് ഡിഷായ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വഴുതനങ്ങ കഴിക്കാൻ എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെ ചെയ്താൽ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നന്ദി, നമസ്കാരം.